ക്രൈസ്റ്റ് ആൻഡ് മീ ചാനലിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നെൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും സ്റ്റുഡൻസിന് യൂസ്ഫുള്ളായിട്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. MA പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സെൻറ്റ് സേവിയേഴ്സ് കോളേജിലായിരുന്നു, ബോംബെയിലായിരുന്നു ഞാൻ പഠിച്ചത്. അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 60 മാർക്ക് ഇൻറ്റേർണൽ എക്സാമും 40 മാർക്ക് ഫൈനൽ എക്സാമും അതൊരു സെൻറ്ററിൽ പോയി ചെയ്യണം. ഇൻറ്റേർണൽസ് മാത്രം കോളേജിൽ അവർ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് തരും. അപ്പോൾ ഈ ഫൈനൽ എക്സാമിൻ്റെ സമയം വന്നപ്പോൾ ആകെ 2 ആൻസർ എഴുതിയാൽ മതി. ഒരു ആൻസറിന് 20 മാർക്ക്, മറ്റേ ആൻസറിന് 20 മാർക്ക്. പക്ഷേ അവർ പറയത്തില്ല എവിടെ നിന്നാണ് വരാൻ പോകുന്നതെന്ന്. നമുക്ക് വലിയ മുട്ടൻ ബുക്സാവുള്ള ലൈക്ക് തടിയൻ ബുക്സ് എന്ന് പറയുന്ന പോലെ ബുക്സ് ഒരെണ്ണം മാത്രമല്ല, പിന്നെയും ആ ഒരു സബ്ജക്റ്റിന് തന്നെ പിന്നെയും അവർ വേറെ റെഫറൻസ് ബുക്സൊക്കെ പറഞ്ഞു തരും. പക്ഷേ അവർ പറയത്തില്ല എവിടെ നിന്നാണ് വരാൻ പോകുന്നതെന്ന്. എവിടെ നിന്ന് പഠിക്കാനാണ്? നമ്മളാകെ എല്ലാം ഓരോ പ്രാവശ്യവും വായിക്കുകയും പഠിക്കുകയും, അതും ഒരു 20 മാർക്കിന് അറ്റ്ലീസ്റ്റ് അവർ പറയുന്ന ഒരു 16 പേജസ് അല്ലേ, 16 അങ്ങനെ സൈഡ്സ് വെച്ചാൽ വലിയ A4 സൈസ് പോലുള്ള പേജസിൽ ഒരു 16 സൈഡ്സെങ്കിലും എഴുതണം നല്ല മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു വളരെ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ്. ഏത് ക്വസ്റ്റ്യനാണ് വരുന്നതെന്ന് അറിയത്തുമില്ല. ബുക്ക് ഭയങ്കരം ടോപ്പിക്സൊക്കെ, സബ് ടോപ്പിക്സ്, ഹെഡിങ്സ്, അങ്ങനെ സബ് ഹെഡിങ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എത്രയോ കിടക്കുന്നു. എവിടെ നിന്ന് പഠിക്കണം, ഏത് ടോപ്പിക്ക് പഠിക്കണം, ആയിരക്കണക്കിന് ഇങ്ങനെ പോർഷൻസ് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചു, ദൈവമേ ആകെ 2 ആൻസർ എഴുതിയാൽ മതി, എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ദൈവം ആ പ്രാർത്ഥന കേട്ടു. അപ്പോൾ ഞാൻ ആകെ ഓരോ സബ്ജക്റ്റ് എഴുതാൻ പോകുമ്പം ഞാൻ പഠിച്ചത് ആകെ 2 ആൻസറേ പഠിച്ചിട്ടുള്ളൂ. കാരണം ദൈവം എന്നെ കാണിച്ചെന്ന് പറഞ്ഞാൽ ദൈവം എന്നെ അങ്ങ് ലീഡ് ചെയ്യുക ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നല്ലതായിട്ടങ്ങ് പഠിക്കാൻ, പിന്നെ വേറെ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കും നല്ലതായിട്ടങ്ങ് പഠിക്കാൻ. എന്നിട്ട് ബസ് അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ഞാൻ വേറെ ഒന്നും പഠിക്കുന്നില്ല. എനിക്ക് പഠിക്കാൻ ഒക്കുന്നുമില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ട് ദൈവം എന്നെ അത്രയും മാത്രമേ പഠിക്കാൻ വരുത്തിയുള്ളൂ. എന്നിട്ട് ഞാനങ്ങ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒക്കെ പോകുന്ന മൈ ഗ്രേസ് സഫിഷ്യൻറ്റ് ഫോർ ദീ എന്നൊക്കെ പറയുന്ന വാക്യങ്ങളൊക്കെ ട്രെയിനിലാണ് ഞാനീ പോകുന്ന. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഫുൾ ടൈം ഞാൻ പ്രാർത്ഥിക്കുക. കാരണം 2 ആൻസർ എഴുതിയാൽ മതി, എനിക്ക് 2 ആൻസറേ അറിയത്തുള്ളൂ. അപ്പം 6 ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 6 ക്വസ്റ്റ്യൻസ് വരും. അപ്പം നമ്മൾ പഠിച്ച 2 ആൻസറിൻ്റെ ക്വസ്റ്റ്യൻ അതിനകത്ത് കണ്ടിരിക്കണം, അല്ലേ ഞാൻ തോറ്റു പോകും. ആണല്ലോ ആ ടെൻഷൻ. പക്ഷേ ടെൻഷനൊന്നുമില്ല. ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടും ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ടും ഇത്രയും നാളും ദൈവം സഹായിച്ച ദൈവമായതുകൊണ്ടും വളരെ വിശ്വാസത്തോടെ ഞാനങ്ങ് പോവുക. ദൈവത്തിൻ്റെ വചനമൊക്കെ വായിലിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ അങ്ങ് പോവുകയാണ്. അവസാനം ഞാൻ അവിടെ പരീക്ഷ പേപ്പറൊക്കെ വന്ന് അവിടെ പോയിരുന്ന് പരീക്ഷ പേപ്പറൊക്കെ കിട്ടി, ആൻസർ പേപ്പറും കിട്ടി. ഞാനിങ്ങനെ നോക്കി ഞാൻ പഠിച്ച 2 ആൻസർ ഉണ്ടോ, ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കിയപ്പം യെസ്, അതിനകത്തുണ്ട്. ഭയങ്കര സന്തോഷം. അന്നത്തെ ദിവസത്തെ പേപ്പർ അങ്ങ് എഴുതി. അങ്ങനെ അടുത്ത എക്സാമിനും 6 സബ്ജക്ട്സ് അവിടെ. അപ്പം അടുത്ത സബ്ജക്റ്റിനും ഇതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ ആകെ പഠിക്കാൻ നോക്കുമ്പം ആകെ 2 എണ്ണമേ പഠിക്കാൻ നോക്കുന്നുള്ളൂ, അതിൽ കൂടുതൽ പഠിക്കാൻ നോക്കുന്നില്ല. ഞാൻ അതും പോയി നോക്കി. അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ 2 ആൻസർ അതിനകത്ത് എഴുതാനൊത്തു. പിന്നെ വേറെ ഒരു സബ്ജക്റ്റ് വന്നപ്പോഴും ഞാൻ ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, ചിലപ്പോൾ ഈ 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കും. എന്നിട്ട് നോക്കും അതിനകത്ത് മുറയ്ക്ക്
ഇങ്ങനെ 5 ഇയേഴ്സായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കും. പക്ഷെ അവിടെയും ഞാൻ നോക്കിയപ്പം ഒരു 2 ക്വസ്റ്റ്യൻസ് സ്ഥിരം വരുന്ന 5 വർഷം ക്വസ്റ്റ്യൻസ് 2 വരുന്നുണ്ട്. അപ്പം അത് പഠിക്കാൻ ഞാൻ നോക്കി. പക്ഷെ ദൈവം അത് സമ്മതിച്ചില്ല കേട്ടോ. ബിക്കോസ് ഞാൻ ആ ആൻസർ പഠിക്കാൻ നോക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു കാറ്റടിക്കുകയാണ് എൻ്റെ വിൻഡോയ്ക്കകത്തുനിന്ന്. കാറ്റടിച്ച് ആ പേജ് ഇങ്ങനെ തിരിച്ചു മറിച്ച് എന്നെ ഒരിക്കലും വരാത്ത ഒരു ആൻസർ ഇങ്ങനെ കാണിക്കുക, ആ പോർഷൻ കാണിക്കുക. പിന്നെയും ഞാൻ തിരിച്ച് ഞാൻ ആ മറ്റേ ക്വസ്റ്റ്യനിലോട്ട് വരുമോ, ഏതാ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അങ്ങനെ വരുമ്പം അത് ബുക്കൊക്കെ ഇങ്ങനെ തിരിഞ്ഞു വരുമോ. ഞാനങ്ങ് ചിന്തിച്ചു, ഇത് നല്ലതായിട്ട് ചിലപ്പം എന്നാൽ തരുന്ന പോർഷൻ തന്നെ അങ്ങ് പഠിച്ചേക്കാം, ദൈവം തരുന്ന പോർഷൻ അങ്ങ് പഠിച്ചേക്കാമെന്ന് വിചാരിച്ചോണ്ട് ഞാൻ ആ പോർഷൻ പഠിച്ചു. അങ്ങനെ വേറെ ഏതാ ദൈവം തരുന്ന 2 ആൻസർ എന്ന് പറഞ്ഞാൽ അത് മാത്രം പഠിച്ചു ഞാൻ പോയി. വളരെ എനിക്കും ഉണ്ടല്ലോ ആ ഒരു ആഗ്രഹമുണ്ടല്ലോ ഫെയിലായി പോകില്ലെന്ന്. അതുകൊണ്ട് ദൈവത്തോട് വളരെ സ്തുതിച്ചും വചനവും വാക്യവും ഒക്കെ പറഞ്ഞ് ബലപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ്. നോക്കിയപ്പം 5 വർഷം വന്ന ആ 2 ക്വസ്റ്റ്യൻസ് ആ വർഷം വന്നില്ല. അതിന് പകരം ഈ കാറ്റടിച്ച് എനിക്ക് കിട്ടിയ ആ പോർഷൻ വന്നേക്കുന്നു, ആ ക്വസ്റ്റ്യൻ വന്നേക്കുന്നു, ഞാൻ പഠിച്ച 2 വന്നേക്കുന്നു. ഇത്രമാത്രം ദൈവം എന്നെ വളരെ അത്ഭുതകരമായ രീതിയിൽ, അതിശയകരമായ രീതിയിൽ എൻ്റെ MA പരീക്ഷകളെല്ലാം എഴുതുവാൻ സഹായിച്ചു. ആൻഡ് പറയാൻ വരുന്നത്, എനിക്ക് തന്നെ ഫസ്റ്റ് കിട്ടുന്ന പോലെ ദൈവം എല്ലാം പ്രവർത്തിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു സാക്ഷ്യമാണ്. കാരണം അവരും ഈ കർത്താവിൽ ആശ്രയിച്ചും വിശ്വസിച്ചും പ്രാർത്ഥിച്ചും അവരുടെ പരീക്ഷകളൊക്കെ ചെയ്താൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. ഗോഡ് ബ്ലെസ് യു ഓൾ.